ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്രിസ്മസൊക്കെ അടുത്ത് വന്നല്ലോ, ഇതെത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നൊരു പ്ലം കേക്ക് വാങ്ങി. പ്ലം കേക്ക് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങി. മറ്റതൊക്കെ കിട്ടുമല്ലോ, ആരെങ്കിലുമൊക്കെ കൊണ്ടുത്തരും, ചേട്ടൻ്റെ വീട്ടിൽ നിന്നും അനിയൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുത്തരും. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലം കേക്ക് മേടിച്ചു. പ്ലം കേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം മിക്സ്ചർ വാങ്ങി. സ്വിഗ്ഗിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കാഷ്യൂ, പിസ്ത, അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടി അങ്ങ് വാങ്ങിച്ചു. ഏതായാലും ഒരെണ്ണം മാത്രമായിട്ട് മേടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളും കൂടി അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ അതായത് പ്ലം കേക്കാണിത്. ഇത് കുട്ടികൾക്ക് തൊട്ട് പോലും നോക്കില്ല. അവർക്ക് ഇപ്പോൾ ഇഷ്ടമില്ല. അവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ കാഷ്യൂ ഉള്ളത്, വേറെ ഉണ്ടല്ലോ കുറേ പേരുകൾ, റെഡ് വെൽവെറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം. ഇപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് അതാണ്. എന്നാലും പിന്നെ ഇതും ചിലവാകുന്നൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ ആലുവയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. നിറച്ച് മുന്തിരിയുണ്ട്, കാഷ്യൂ ഉണ്ട്, നട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അത് വിലയും കുറവൊന്നുമില്ല. ആദ്യമൊക്കെ നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് വെറുതെ നമ്മൾ പൊട്ടിച്ച് മുറിക്കും. കാരണം അത് ആ പൊടി എടുത്ത് വാരി തിന്നാൻ വേണ്ടിയിട്ട് അത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ആ പൊടിയിൽ കുറേ മുന്തിരിയൊക്കെ വീണെടുക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് തട്ടിപ്പറിച്ച് തല്ല് പിടിച്ച് കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അത് ഒന്നും ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് 4 മക്കൾ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അട്ടിപ്പിട്ടിയായിരിക്കും അതിന് വേണ്ടിയിട്ട്, അവരുടെ മക്കളൊക്കെ കൂടിയിട്ട്. ഇവിടെ പിന്നെ ആരും ഇല്ല, അതുകൊണ്ട് അടിക്കാനും ഇല്ല പിടിക്കാനും ഇല്ല ആരും. അപ്പം ഞാൻ മുറിച്ചിട്ട് ഞാൻ തന്നെ തിന്നണം. പിന്നെ ചേട്ടനാണെങ്കിൽ കഴിക്കും, ഇഷ്ടമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെത്താനെടുത്ത് കഴിക്കുന്നത് സ്വഭാവമില്ല. ഞാനെടുത്ത് കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. എന്ത് സാധനമാണെങ്കിലും അതെ, ചോറാണെങ്കിലും അതെ, എന്താണെങ്കിലും അതെ. നമ്മളെ സഹായിക്കാനും വരില്ല, വിളമ്പാനും വരില്ല, ഒന്നിനും വരില്ല, പാത്രം കഴുകാനും ഇല്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു സ്വഭാവമാണ്. നമ്മൾ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. കഴുകാനും, പ്ലേറ്റ് കഴുകാനും. അടുക്കളയിലാണെങ്കിലും എൻ്റെ അനിയത്തിയുടെ ഒരു മോനുണ്ട്, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. മോരച്ചൂട്ടനൊക്കെ അവന് എത്ര നല്ല രസമാണ് കഴിക്കുക. ചിക്കൻ ബിരിയാണി വേണം, ബിരിയാണി വയ്ക്കും. ബിരിയാണിയിൽ തന്നെ പല സൈസിൽ കുഴിമന്തിയോ മന്തിയോ എന്തൊക്കെ വേണമെങ്കിലും വയ്ക്കും. അത്രയ്ക്കും മിടുക്കനാണ് അവൻ. അപ്പം അവൻ്റെ ഭാര്യയ്ക്ക്, ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് നല്ല സുഖമായി. കാരണം നീ എല്ലാ ജോലിയും ചെയ്യും. പിന്നെ ആ ജോലി ചെയ്ത സ്ഥലം മാത്രം വൃത്തികേടായിരിക്കുന്നു മാത്രം, അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അതൊന്നും അവർക്ക് ക്ലീൻ ചെയ്യില്ല. ഇങ്ങനെ വാരി തിന്നാനാണ് എനിക്കിഷ്ടം. കഷ്ണാക്കിയിട്ട് പീസാക്കിയിട്ട് കഴിക്കണമെങ്കിൽ നല്ലത് ആ പൊടിഞ്ഞു പോയ കഷ്ണമൊക്കെ കൂടി അങ്ങനെ വാരി തിന്നുമ്പോൾ അതിലാണ് കൂടുതലും മുന്തിരിയും എല്ലാം കിടക്കുക. അപ്പോൾ അത് കഴിക്കുമ്പോഴുള്ളൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അത് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ രസമില്ല കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു രസം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കണോ, നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കണോ, അതിനൊരു രസമില്ല. എങ്ങനെ കഴിക്കാതിരിക്കുമോ, അതുമില്ല, കഴിക്കണമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. ബി പോസിറ്റീവ്.